പിന്നെ ക്ലാസ് വിട്ട് വരുന്ന വഴിയെ കുട്ടികൾ ബിസ്ക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കെന്തോ പെട്ടെന്ന് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് ഷെയർ ചെയ്തൊരു വീഡിയോ ഓർമ്മ വന്നു. ക്രിസ്പിനെസ് കൂട്ടാനും അതിൽ വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനങ്ങൾ, അതേപോലെ അതുണ്ടാക്കുന്നൊരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അവരുടെ വാശി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി. അപ്പോൾ നമുക്ക് ഈ വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് കാര്യമായിട്ട് കുറേ ടൈം എടുത്ത് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെക്കാനുള്ള നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോഴൊക്കെ ഇതേപോലെ വീട്ടിൽ മുട്ടയോ പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസിലൊന്നാണത് അല്ലേ. അതേപോലെ ഇന്ന് ഞാൻ കേക്ക് ഫാക്ടറി എന്നുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടിയിലെ എല്ലാ കേക്ക്സിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പാണ്. അവിടെ ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഇതേപോലെയുള്ള കുറേ ഫ്ലവർ വൈസസിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു പോട്ട് കണ്ടപ്പം ഈ ഒരു വെയ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് അപ്പം തന്നെ ഞാനതൊക്കെ വാങ്ങി. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷേ എന്താണ് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പെബിൾസൊക്കെ നിറക്കേണ്ടി വരും. നേരെ ഫ്ലവേഴ്സ് വെച്ചാൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. ക്യൂട്ട്നെസ് കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. വൃത്തിയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഈ വെഡിങ് കേക്ക്സിനൊക്കെ വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് ഭംഗിയുള്ള എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഈ ഒരു പോട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിപ്പം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. അതിന് 179 അങ്ങനെ എന്തുകൊണ്ട് വില വരുന്നത്. ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച്